Hello, welcome to market discussion of the day. Today, June 17, 2026. വെനസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ആഴ്ച വീണ്ടും നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്. ഓക്കെ, സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ അയക്കാം. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്കറിയാം റഷ്യയും US-ഉം ഇറാനും തമ്മിലുള്ള വാറിന് ഏകദേശം ഒരു പീസ് ഡീലിലോട്ട് വരുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അതിലൂടെ നമ്മളുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് തുറക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പറ്റി. അതിലൂടെ ഗോൾഡ് ഒരു മാസീവ് അപ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയുണ്ടായി അല്ലേ. ഈ ഒരു വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും വലിയൊരു 4200 അവസാനിച്ച് വെള്ളിയാഴ്ച അവസാനിച്ച മാർക്കറ്റ് 4300 സംതിങ്ങിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. സോ ബേസിക്കലി അങ്ങനത്തുള്ളൊരു കാര്യം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ബാങ്ക് ഓഫ് ജപ്പാൻ 1% ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കേട്ടു. പക്ഷേ വലിയ രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ഒന്നും USD/JPY ഉണ്ടായിട്ടില്ല. അത് ബിക്കോസ് USD/JPY ഈസ് വെയിറ്റിംഗ് ഫോർ ദ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വിച്ച് ഈസ് ഹാപ്പനിങ് ടുഡേ, റൈറ്റ്. സോ ഇന്ന് നമുക്ക് വൈകുന്നേരം വളരെ ഇമ്പോർട്ടൻറ്റ്, ഇന്ന് ഭയങ്കര വലിയ ഫണ്ടമെൻ്റൽസ് ഉള്ള ഡേ ആണ്. കാരണം ഇന്ന് നമുക്ക് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഫസ്റ്റ് ഓഫ് ഓൾ 11:30 മണിക്ക് CPI-യുടെ ഡേറ്റ വരുന്നുണ്ട് GBP-യിൽ. ഓക്കെ, വൈകുന്നേരം 6 മണിക്ക് നമുക്ക് റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട് US-ൽ. ഡയറക്റ്റ്ലി USD എല്ലാ കൗണ്ടറിനെ അഫക്റ്റ് ചെയ്യുന്ന ന്യൂസാണ്. അതുകൊണ്ട് വൈകുന്നേരം 5 മണിക്ക് മുന്നേ ആയിട്ട് ട്രേഡ് അവസാനിപ്പിക്കുക. ഓക്കെ, 7 മണിക്ക് ട്രംപ് അണ്ണൻ്റെ സ്പീച്ച് ഉണ്ട്. പുള്ളി വന്ന് എന്തൊക്കെയാണ് വിളിച്ച് പറയാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ഓക്കെ, അതേപോലെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് 7:30 8 മണിക്കുണ്ട്. ഓക്കെ, അതേപോലെ 11:30 മണിക്ക് നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഒരു കാരണവശാലും ഇന്ന് ഓപ്പൺ പൊസിഷൻ ഇടാതിരിക്കാം. ഓക്കെ, അതായത് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് പോലും ഓപ്പൺ പൊസിഷൻ ഇടാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതേപോലെ FOMC സ്റ്റേറ്റ്മെൻറ്റും നാളെ രാവിലെ FOMC പ്രസ് കോൺഫറൻസ് നാളെ 12 മണിക്ക്, ഇന്ന് രാത്രി 12 മണിക്ക് FOMC പ്രസ് കോൺഫറൻസും വരുന്നുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ പിന്നീട് എനിക്ക് പറയാനായിട്ടുള്ള ഇന്ന് GBP-യിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് പൊസിഷൻ ഹോൾഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം 11:30 മണിക്ക് ക്ലെമന്റ് കൗണ്ട് ചേഞ്ച് ഉണ്ട്. ക്ലെമന്റ് കൗണ്ട് ചേഞ്ച് GBP-യെ സംബന്ധിച്ചോളം വൺ ഓഫ് ദ ബിഗസ്റ്റ് ന്യൂസാണ്. അതേപോലെ GBP-യിൽ കുറേ ന്യൂസുകൾ 11:30 മണിക്ക് നാളെ വരുന്നുണ്ട്. 4:00 കുറേ ന്യൂസുകൾ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ US ഡോളറിൽ നിന്ന് ആക്ച്വലി നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെയാണ് ആക്ച്വലി നമ്മുടെ ന്യൂസുകളിലോട്ട് നമ്മൾ നോക്കാൻ നേരത്ത് എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. സോ അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മളുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നത് നമ്മുടെ ജെറോം പവൽ അല്ല. ഓക്കെ, പുതിയ ഫെഡ് ചെയർ ആരാണ്? കെവിൻ വാഷാണ്. കെവിൻ വാഷിൻ്റെ വെരി ഫസ്റ്റ് മീറ്റിംഗ് ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. സോ ബേസിക്കലി എന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലോങ്ങർ ടേമിലോട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരൻ പറയുകയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം എന്നൊക്കെയുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോൾഡ് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, 4200 4212 ലെവലിലോട്ട് ഗോൾഡ് വരാം. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ, ഇൻട്രസ്റ്റ് റേറ്റ് ഈ ഒരു ഇയർ എൻഡോടെ കുറയ്ക്കും എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് 4367 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ്. എക്കണോമിക്സ് പ്രകാരം ഇതേ കണക്ക് നടക്കുമെന്നൊന്നും നമുക്ക് ഉറപ്പായിട്ടും പറയാനൊന്നും പറ്റൂല. പക്ഷേ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ എക്കണോമിക്സ് വർക്കായാൽ ഉറപ്പായിട്ടും ഇങ്ങനെ പോകാൻ ആണ് കൂടുതൽ ചാൻസ്. ഓക്കെ, ശരി, നമുക്ക് നേരെ നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ USD/JPY-യിലോട്ട് തന്നെ പോവാം. USD/JPY 160.26 നിൽക്കുന്നു. സോ ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 160.50 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് കിട്ടിയാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 160.5 ലെവൽ, 160.4 ലെവലിൽ നിന്നൊക്കെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ലോങ്ങർ ടേമിലോട്ടുള്ളൊരു സെല്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. 160.10 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്, 158.50 അവിടെ നമുക്ക് ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവാം. ഇല്ലാത്ത പക്ഷം നമുക്ക് കുറച്ചുകൂടെ ലോങ്ങർ ടേമിലോട്ട് വേണമെങ്കിലും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രൈ ചെയ്യുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്തൊരു പൊസിഷനാണ് USD/JPY ഇപ്പോൾ ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, നേരെ നമ്മളുടെ GBP USD-ലോട്ട് വരാം. 1.3430 നിൽക്കുന്നു.
ഓക്കെ. മാർക്കറ്റ് ബേസിക്കലി എങ്ങോട്ടാണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ പറയുക, നമുക്ക് നല്ലൊരു 1.3400 എന്ന് പറയുന്ന റേഞ്ചിലൊക്കെ കിട്ടിയാൽ അവിടെ നിന്ന് ബൈ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, നമുക്ക് 1.3400 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3660 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തെറ്റില്ലാത്തൊരു പൊസിഷനാണ് അത് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ യൂറോ USD സെയിം തന്നെയാണ്. 1.1600 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നു. 1.1600 അവിടെ നിന്ന് വേണമെങ്കിൽ ബൈ ചെയ്യാം. പക്ഷേ ഈ ബൈകളെല്ലാം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുന്നേ ആയിട്ട് അവസാനിപ്പിക്കുക, എത്ര ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 1.1560 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമാണ്. ഓക്കെ, സോ നേരെ നമ്മുടെ ഗോൾഡിലോട്ട് വരാം. 4324 മാർക്കറ്റ് നിൽക്കുന്നു. ഓക്കെ, സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു പൊസിഷൻ എന്ന് തോന്നുന്നത് 4210 ലെവല്, 4310 ലെവലിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 4303 താഴെയായിട്ട് വെക്കേണ്ടി വരും. 4303 താഴെ എന്ന് പറഞ്ഞാൽ 4300, 4298 ആ ലെവലിലോട്ടൊക്കെ വെക്കാം കേട്ടോ. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമായിട്ട് വെച്ച് പോവുകയും ചെയ്യണം. എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. കാരണം എന്താ പറയുക, ചിലപ്പോൾ ഇങ്ങനത്തുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, വലിയ മൂവ്മെൻറ്റ്സ് ചിലപ്പോൾ ഒറ്റ ക്യാൻഡിൽസ് ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. സോ ഇതൊക്കെയാണ് ആക്ച്വലി എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് എന്താ പറയുക, സേഫായിട്ട് ട്രേഡ് ചെയ്യുക. അവർ എയിം ഈസ് ടു പ്രൊട്ടക്റ്റ് അവർ ക്യാപിറ്റൽ ആൻഡ് ബിൽഡ് അവർ വെൽത്ത്, റൈറ്റ്. അതേപോലെ തന്നെ നമ്മളുടെ ബ്രോക്കേഴ്സ് നോക്കുന്ന ആൾക്കാർ, സിഗ്നൽസ് നോക്കുന്ന ആൾക്കാർ ഡയറക്റ്റ്ലി എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ ബ്രോക്കേഴ്സ് ഏതെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയയ്ക്കുക. നമ്മൾ നല്ല ബ്രോക്കേഴ്സ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ബോണസൊക്കെ തരുന്ന ബ്രോക്കേഴ്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.